എപ്പോഴും പുതിയ അറിവുകൾ തേടുകയും ഒരു കാര്യങ്ങളുടെ ഉപരിപ്ലവമായ തലങ്ങളിൽ ഒതുങ്ങി നിൽക്കാതെ അതിൻ്റെ ഏറ്റവും ആഴങ്ങളിലേക്ക് സഞ്ചരിക്കാൻ ആഗ്രഹിക്കുന്ന നിങ്ങളെ ഈ ആഴത്തിലുള്ള പഠനയാത്രയിലേക്ക് വളരെ ഊഷ്മളമായി സ്വാഗതം ചെയ്യുന്നു. തീർച്ചയായും എല്ലാവർക്കും സ്വാഗതം. നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ളതോ വായിച്ചിട്ടുള്ളതോ ആയ ആശയങ്ങളെ തികച്ചും വ്യത്യസ്തമായ ഒരു വീക്ഷണകോണിലൂടെ പൊളിച്ചെഴുതുകയാണ് നമ്മളിവിടെ ചെയ്യാറുള്ളത്. നമ്മൾ ഇന്ന് പരിശോധിക്കാൻ പോകുന്ന സ്രോതസ്സ് സ്ഥിരതയുള്ളവർക്കുള്ള ദൈവിക ഉറപ്പ് എന്ന തലക്കെട്ടിലുള്ള ഒന്നാണ്. അതെ, അതായത് ഡിവൈൻ അഷുറൻസ് ഫോർ ദ സ്റ്റെഡ്ഫാസ്റ്റ്. കൃത്യം. സൂറ ഫുസ്സിലത്ത് അഥവാ ഖുറാനിലെ 41-ാമത്തെ അധ്യായം 30-ാം വചനം. ഈ ഒരൊറ്റ വരിയിലുള്ള വചനമാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. ഞാൻ ആ വാചകം ആദ്യം ഒന്ന് വായിക്കാം. ഞങ്ങളുടെ നാഥൻ ദൈവമാണ് എന്ന് പ്രഖ്യാപിക്കുകയും പിന്നീടതിൽ സ്ഥിരതയോടെ നിലകൊള്ളുകയും ചെയ്യുന്നവരുടെ അടുത്തേക്ക് മാലാഖമാർ ഇറങ്ങിവരും. എന്നിട്ടവർ പറയും, നിങ്ങൾ ഭയപ്പെടേണ്ട, ദുഃഖിക്കുകയും വേണ്ട. നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട സ്വർഗത്തിന്റെ സന്തോഷത്തിൽ നിങ്ങൾ പങ്കുചേരുക. ഒറ്റനോട്ടത്തിൽ ഇതൊരു സാധാരണ മതപരമായ വാചകമായി നിങ്ങൾക്ക് തോന്നിയേക്കാം. അതെ, കേൾക്കുമ്പോൾ വളരെ ലളിതമാണ്. പക്ഷേ നമ്മൾ ഇന്ന് ഈ വരിയുടെ ആത്മീയ വശങ്ങളെ ശരിവയ്ക്കുകയോ തള്ളിക്കളയുകയോ അല്ല ചെയ്യുന്നത്. അല്ല, ഒരിക്കലുമല്ല. മറിച്ച് ഇതിലെ വാക്കുകൾക്ക് പിന്നിലുള്ള അവിശ്വസനീയമായ മനഃശാസ്ത്രപരമായ ചട്ടക്കൂട്, പിന്നെ മനുഷ്യന്റെ ഏറ്റവും അടിസ്ഥാനപരമായ വൈകാരിക പ്രതിസന്ധികളെ ഇതെങ്ങനെ അഭിസംബോധന ചെയ്യുന്നു എന്നത് നിഷ്പക്ഷമായി അനാവരണം ചെയ്യുകയാണ്. ഈ പഠനയാത്രയുടെ ഏറ്റവും വലിയ സവിശേഷതയും അതുതന്നെയാണ്. നമ്മൾ നോക്കുമ്പോൾ ഇതൊരു ലളിതമായ വരിയാണെന്ന് തോന്നാമെങ്കിലും ഇതിന്റെ ഘടന മനുഷ്യജീവിതത്തിന്റെ വളരെ സങ്കീർണമായ 4 അവസ്ഥകളിലൂടെയാണ് കടന്നുപോകുന്നത്. 4 അവസ്ഥകൾ. അതെ, കേവലം ഒരു വിശ്വാസ പ്രഖ്യാപനം മുതൽ മനുഷ്യന്റെ മാനസികമായ ഏറ്റവും വലിയ 2 ഭാരങ്ങളെ ഇല്ലാതാക്കുന്നതുവരെയുള്ള കാര്യങ്ങൾ വളരെ കൃത്യമായൊരു ശ്രേണിയിലാണ് ഇതിലടുക്കി വെച്ചിരിക്കുന്നത്. ഈ സ്രോതസ്സിനെ നമ്മൾ ഘട്ടം ഘട്ടമായി അഴിച്ചെടുക്കുമ്പോൾ അവിശ്വസനീയമായ ഒരു ദാർശനിക അടിത്തറ ഇതിൽ കാണാൻ കഴിയും. ശരി, അപ്പോൾ നമുക്ക് ആ ആദ്യ ഭാഗത്തുനിന്ന് തന്നെ തുടങ്ങാം. ഞങ്ങളുടെ നാഥൻ ദൈവമാണ് എന്ന ആ ഒരു അടിസ്ഥാന പ്രഖ്യാപനത്തിൽ നിന്നാണല്ലോ ഈ വചനം ആരംഭിക്കുന്നത്. അതെ, അവർ ലോർഡ് ഇസ് ഗോഡ് എന്ന പ്രഖ്യാപനം. അതായത് ഒരു വ്യക്തി തന്റെ നിലപാടെന്താണെന്ന് വളരെ വ്യക്തമായി പ്രഖ്യാപിക്കുന്ന ഒരു നിമിഷം. പക്ഷെ എനിക്കിവിടെ ഒരു സംശയമുണ്ട്. നമ്മൾ മനുഷ്യർക്ക് കാര്യങ്ങൾ പ്രഖ്യാപിക്കാൻ വളരെ എളുപ്പമല്ലേ? തീർച്ചയായും വളരെ എളുപ്പമാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ജനുവരി 1-ാം തീയതി രാവിലെ ഞാൻ എഴുന്നേറ്റ് ലോകത്തോട് മുഴുവൻ പറയാണ്, ഇനി മുതൽ ഞാൻ ദിവസവും ജിമ്മിൽ പോകും, ഡയറ്റ് നോക്കും എന്നൊക്കെ. അതൊരു വലിയ പ്രഖ്യാപനമാണ്. നമ്മളിൽ ഭൂരിഭാഗം പേരും ചെയ്യുന്ന കാര്യം. അതേ. എന്നാൽ ജനുവരി 4-ാം തീയതി ആകുമ്പോഴേക്കും നമ്മളിൽ പലരും സോഫയിൽ കിടന്ന് ബിരിയാണി കഴിക്കുന്നതാണ് യാഥാർത്ഥ്യം. അവിടെ ആ പ്രഖ്യാപനത്തിന് എന്തു വിലയാണുള്ളത്? അവിടെയാണ് ഈ വചനത്തിന്റെ കാതിലൊളിഞ്ഞിരിക്കുന്നത്. എന്താന്ന് വെച്ചാൽ ഈ സ്രോതസ് സംസാരിക്കുന്നത് വെറുമൊരു പ്രഖ്യാപനത്തെക്കുറിച്ചല്ല. തുടർന്നുള്ള വരികൾ. അതെ, പിന്നീടതിൽ സ്ഥിരതയോടെ നിലകൊള്ളുക, അതായത് ആൻഡ് ദെൻ റിമെയിൻ സ്റ്റെഡ്ഫാസ്റ്റ് എന്ന വലിയൊരു കടമ്പയെക്കുറിച്ചാണ് പറയുന്നത്. ഈ സ്ഥിരത എന്ന വാക്കിലല്ലേ ഈ വചനത്തിന്റെ മുഴുവൻ ഭാരവും ഇരിക്കുന്നത്? കൃത്യമായി പറഞ്ഞു. പ്രഖ്യാപനം എന്നത് എപ്പോഴും ഒരു തുടക്കം മാത്രമാണ്. അതിൽ വൈകാരികമായൊരു ആവേശമുണ്ടാകാം. എന്നാൽ ഈ സ്രോതസ് ആവശ്യപ്പെടുന്ന സ്ഥിരത അഥവാ സ്റ്റെഡ്ഫാസ്റ്റ്നെസ് എന്നത് ആ ആവേശത്തിന് ശേഷം തുടങ്ങുന്ന യാഥാർത്ഥ്യമാണ്. പ്രതിസന്ധികൾ വരുമ്പോഴുള്ള അവസ്ഥ. അതെ, ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുമ്പോൾ, സാഹചര്യങ്ങൾ തികച്ചും പ്രതികൂലമാകുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഉള്ളിലെ തന്നെ മടിയും പ്രലോഭനങ്ങളും നമ്മളെ പിന്നോട്ട് വലിക്കുമ്പോൾ എടുത്ത തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുക എന്നത്. അതെ, അത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ വെല്ലുവിളിയാണ്. ഇത് ഒറ്റത്തവണ നടക്കുന്നൊരു കാര്യമല്ല. ഇതൊരു തുടർച്ചയായ, ചിലപ്പോൾ വളരെ വേദനിപ്പിക്കുന്നൊരു പ്രക്രിയയാണ്. ആ പ്രഖ്യാപനത്തിൽ ഉറച്ചു നിൽക്കാൻ കാണിക്കുന്ന ആർജവത്തെയാണ് ഇവിടെ പരീക്ഷിക്കുന്നത്. അതായത് നമ്മളൊരു നിലപാടെടുക്കുമ്പോൾ ലോകം മുഴുവൻ നമുക്ക് അനുകൂലമായിരിക്കും എന്നൊരു തെറ്റിദ്ധാരണ നമുക്കുണ്ട്. അതെ, അതൊരു വലിയ തെറ്റിദ്ധാരണയാണ്. യാഥാർത്ഥ്യം നേരെ തിരിച്ചാണ്. ശരിക്കും ഒരു തീരുമാനമെടുത്തതിന് ശേഷമാണ് യഥാർത്ഥത്തിൽ കൊടുങ്കാറ്റുകൾ ആരംഭിക്കുന്നത്. ആ കൊടുങ്കാറ്റുകൾക്കിടയിലും ഒരിഞ്ച് പോലും പിന്നോട്ടു പോകാതെ നിൽക്കുന്ന അവസ്ഥയെക്കുറിച്ചാണ് ഈ സ്രോതസ് സംസാരിക്കുന്നത്. പക്ഷേ അത്രയും വലിയൊരു പോരാട്ടം നടത്തുമ്പോൾ മനുഷ്യർ സ്വാഭാവികമായും തളർന്നുപോകില്ലേ? അവിടെയാണല്ലോ ഈ വരിയിലെ അടുത്ത ഭാഗം പ്രസക്തമാവുന്നതെന്ന് തോന്നുന്നു. അതെ, ഈ സ്രോതസ് പറയുന്നു, അത്തരത്തിൽ സ്ഥിരതയോടെ നിൽക്കുന്നവർക്ക്
ഒരു പ്രതിഫലം ലഭിക്കുന്നു. ദി ഏഞ്ചൽസ് വിൽ ഡിസെൻഡ് ഓൺ ദം, അതായത് മാലാഖമാർ അവരുടെ അടുത്തേക്ക് ഇറങ്ങിവരും. ഇതൊരു ആത്മീയമായ രൂപകമായിരിക്കാം. പക്ഷേ പ്രായോഗിക തലത്തിൽ അങ്ങേയറ്റം ബുദ്ധിമുട്ടി ഒരു കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരാൾക്ക് ലഭിക്കുന്ന ഈ ഇറങ്ങിവരവ് എങ്ങനെയാണ് അനുഭവപ്പെടുക? ഈ ഇറങ്ങിവരവ് അഥവാ ഡിസെന്റ് എന്ന വാക്ക് നമ്മൾ വളരെ സൂക്ഷ്മമായി പരിശോധിക്കേണ്ടതുണ്ട്. മനുഷ്യൻ ഭൂമിയിൽ തന്റെ വിശ്വാസത്തിലോ തീരുമാനത്തിലോ ഉറച്ചു നിൽക്കാൻ നടത്തുന്ന ആ നിരന്തരമായ പോരാട്ടം പലപ്പോഴും വളരെ ഏകാന്തമായ ഒന്നായിരിക്കും. അതെ, മറ്റാരും അയാളെ മനസ്സിലാക്കുന്നില്ല എന്നയാൾക്ക് തോന്നാം. കൃത്യം. ആ അങ്ങേയറ്റത്തെ ഏകാന്തതയിലും പ്രതിസന്ധിയിലും മുകളിൽ നിന്നുള്ള ഒരു അപ്രതീക്ഷിത ഇടപെടൽ ഉണ്ടാകുന്നു എന്നാണ് ഈ വചനം സൂചിപ്പിക്കുന്നത്. ഒരു വ്യക്തി തന്റെ ഭാഗം, അതായത് ആ സ്ഥിരത പൂർണ്ണമായും നിർവഹിക്കുമ്പോൾ അവൻ തനിച്ചല്ല എന്നുള്ള ഒരു ശക്തമായ ബോധ്യം അവനിലേക്ക് ഇറങ്ങിവരികയാണ്. അവനെ താങ്ങി നിർത്താൻ ഒരു ശക്തിയുണ്ടെന്ന ബോധ്യം. അതെ, ആശ്വാസവും സംരക്ഷണവും നൽകുന്ന ഒരു ബാഹ്യശക്തിയുടെ സാന്നിധ്യമായാണ് മാലാഖമാരെ ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. അത് മനുഷ്യന്റെ ഇച്ഛാശക്തിക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ പിന്തുണയാണ്. ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ഒറ്റപ്പെടലിന്റെ നിമിഷത്തിൽ നീ തനിച്ചല്ല എന്ന് പറയുന്ന ഒരു സാന്നിധ്യം, അതൊരു വലിയ കാര്യം തന്നെയാണ്. എന്നാൽ ഈ മാലാഖമാർ വെറുതെ വന്ന് നിൽക്കുകയല്ലല്ലോ ചെയ്യുന്നത്. അവർ വളരെ കൃത്യമായ ഒരു സന്ദേശം നൽകുന്നുണ്ട്. അതെ, ഒരുപക്ഷെ ഈ സ്രോതസ്സിലെ ഏറ്റവും ശ്രദ്ധേയമായ ഭാഗം ഇതായിരിക്കാം. അവരുടെ സന്ദേശത്തിന്റെ ആദ്യ ഭാഗം ഇതാണ്: നിങ്ങൾ ഭയപ്പെടേണ്ട, ദുഃഖിക്കുകയും വേണ്ട എന്ന്. ഇത് കേൾക്കുമ്പോൾ വളരെ മനോഹരമാണ്. പക്ഷേ ഞാനൊന്ന് ചോദിക്കട്ടെ? ചോദിക്കേ. മനുഷ്യന്റെ അടിസ്ഥാന പ്രകൃതം തന്നെ ഭയപ്പെടുന്നതല്ലേ? നാളെ എന്ത് സംഭവിക്കും എന്നതിനെക്കുറിച്ചുള്ള ഭയം മനുഷ്യന്റെ ഒരു അതിജീവന തന്ത്രം അഥവാ സർവൈവൽ ഇൻസ്റ്റിങ്ക്റ്റ് കൂടിയാണ്. അപ്പോൾ ഈ സ്രോതസ്സ് നമ്മളോട് ആവശ്യപ്പെടുന്നത് നമ്മുടെ ആ അടിസ്ഥാനപരമായ അതിജീവന ചോദനയെ പൂർണ്ണമായും ഇല്ലാതാക്കാനാണോ? പ്രായോഗികമായി ഭയമില്ലാതിരിക്കുക എന്നത് എങ്ങനെയാണ് സാധ്യമാകുന്നത്? ഈ ചോദ്യം നമ്മളെ കൊണ്ടെത്തിക്കുന്നത് ഈ വചനത്തിന്റെ ഏറ്റവും ആഴത്തിലുള്ള മനഃശാസ്ത്രപരമായ തലത്തിലേക്കാണ്. ഇവിടെ നമ്മൾ ഭയം, പിന്നെ ദുഃഖം എന്നീ രണ്ട് വികാരങ്ങളെ വളരെ വ്യക്തമായി വേർതിരിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. അതിജീവനത്തിനാവശ്യമായ ജാഗ്രതയല്ല ഇവിടെ ഉദ്ദേശിക്കുന്ന ഭയം, മറിച്ച് മനുഷ്യനെ തളർത്തിക്കളയുന്ന, മുന്നോട്ടു പോകുന്നതിൽ നിന്ന് അവനെ തടയുന്ന അകാരണമായ ഉത്കണ്ഠകളെയാണ് ഈ സ്രോതസ്സ് അഭിസംബോധന ചെയ്യുന്നത്. അകാരണമായ ഉത്കണ്ഠകൾ. അതെ, നമ്മൾ മനുഷ്യരുടെ വൈകാരിക ഘടന എടുത്തു നോക്കിയാൽ ഒരു കാര്യം വ്യക്തമാകും. നമ്മുടെ ഭയം എപ്പോഴും വരാനിരിക്കുന്ന ഭാവിയെക്കുറിച്ചാണ്. നാളെ എന്റെ ജീവിതം എന്താകും, എന്റെ ലക്ഷ്യങ്ങൾ നടക്കുമോ, എനിക്കെന്തെങ്കിലും അപകടം സംഭവിക്കുമോ എന്നിങ്ങനെ അജ്ഞാതമായ ഭാവിയെക്കുറിച്ചുള്ള ചിന്തകളാണ് ഭയമായി മാറുന്നത്. ശരിയാണ്, ഭാവിയിലെ അനിശ്ചിതത്വം. ഇനി ദുഃഖത്തിന്റെ കാര്യമെടുക്കാം. ദുഃഖമെന്നത് എപ്പോഴും കഴിഞ്ഞുപോയ ഭൂതകാലത്തെക്കുറിച്ചാണ്. ഞാനങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു, എനിക്കാ വലിയ നഷ്ടം സംഭവിച്ചല്ലോ എന്നിങ്ങനെ ഭൂതകാലത്തെക്കുറിച്ചുള്ള പശ്ചാത്താപമോ സങ്കടമോ ആണ് ദുഃഖം. ഈ ചിന്ത വളരെ കൃത്യമാണ്. മനുഷ്യർ ഒന്നെങ്കിൽ കഴിഞ്ഞ കാലത്തെ ഓർത്ത് ദുഃഖിച്ചിരിക്കുകയായിരിക്കും, അല്ലെങ്കിൽ വരാനിരിക്കുന്ന കാലത്തെ ഓർത്ത് ഭയന്നിരിക്കുകയായിരിക്കും. അതെ, ഇതുതന്നെയാണ് സംഭവിക്കുന്നത്. ഇത് രണ്ടും കാരണം സംഭവിക്കുന്ന ഏറ്റവും വലിയ ദുരന്തം എന്താണെന്ന് വച്ചാൽ, നമ്മൾ ജീവിക്കുന്ന ഈ നിമിഷം, അതായത് നമ്മുടെ ഇന്ന്, അത് നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നു എന്നതാണ്. വളരെ കൃത്യമായ നിരീക്ഷണമാണിത്. സ്ഥിരതയോടെ നിൽക്കാൻ ശ്രമിക്കുമ്പോൾ അവന്റെ ഉള്ളിലേക്ക് വരുന്ന മാലാഖമാർ നൽകുന്ന സന്ദേശം അവനെ ഭൂതകാലത്തിന്റെ ഭാരത്തിൽ നിന്നും ഭാവിയെക്കുറിച്ചുള്ള ഉത്കണ്ഠകളിൽ നിന്നും പൂർണ്ണമായും മുക്തനാക്കുന്നു. അതായത് ഈ സ്ഥിരത അവനെക്കൊണ്ട് വന്ന് നിർത്തുന്നത് പൂർണ്ണമായും ഈ നിമിഷത്തിലാണ്. അവിടെയാണ് ഈ വചനത്തിന്റെ പൂർണ്ണത നമ്മൾ കാണുന്നത്. ഭൂതകാലത്തെയും ഭാവിയെയും കുറിച്ചുള്ള ഏറ്റവും വലിയ രണ്ട് വൈകാരിക പ്രതിസന്ധികളിൽ നിന്നും മനുഷ്യനെ മുക്തനാക്കുന്ന ഒരു വലിയ ഇടപെടലാണ് ഈ വരികളിൽ കാണുന്നത്. ഈ രണ്ട് വികാരങ്ങളും നമ്മുടെ ഊർജം ചോർത്തിക്കളയുന്നവയാണല്ലോ. അതെ, ആ തളർച്ചയിൽ നിന്ന് അവനെ ഉയർത്തിക്കൊണ്ടുവന്ന് അവന് പരിപൂർണമായ ആന്തരിക ശാന്തി നൽകുക എന്നതാണ് ഈ സന്ദേശത്തിന്റെ ലക്ഷ്യം. നിങ്ങൾ ഭാവിയെക്കുറിച്ച് ഭയപ്പെടേണ്ടതില്ല, കാരണം നിങ്ങളുടെ ഭാവി സുരക്ഷിതമാണ്. എല്ലാ പോരായ്മകളെയും മായ്ച്ചു കളഞ്ഞിരിക്കുന്നു. ഒരു മനുഷ്യന് ലഭിക്കാവുന്ന ഏറ്റവും വലിയ സ്വാതന്ത്ര്യം ഈ ഭയത്തിൽ നിന്നും ദുഃഖത്തിൽ നിന്നുമുള്ള മോചനമാണ്. ഇത് കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ സ്വന്തം ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കൂ എന്ന് ഞാൻ പറയുകയാണ്. നിങ്ങളുടെ ഊർജം ഏറ്റവും കൂടുതൽ നഷ്ടപ്പെടുത്തുന്നത് ഒന്നുകിൽ കഴിഞ്ഞുപോയ കാര്യങ്ങളെക്കുറിച്ചുള്ള സങ്കടങ്ങളാവും, അല്ലെങ്കിൽ നാളെ എന്തു സംഭവിക്കും എന്നോർത്തുള്ള പേടിയാവും. തീർച്ചയായും.
ഈ രണ്ട് ഭാരങ്ങളും ഇറക്കി വയ്ക്കാൻ കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിലുണ്ടാകുന്ന സമാധാനം ഒന്ന് സങ്കല്പിച്ചു നോക്കൂ. എന്നാൽ അവിടെയും ഒരു പ്രശ്നമുള്ളതായി എനിക്ക് തോന്നുന്നു. എന്താണ് ആ പ്രശ്നം? ഈ ഭയവും ദുഃഖവും നമ്മുടെ മനസ്സിൽ നിന്ന് മാറ്റിയാൽ അവിടെ വലിയൊരു ശൂന്യതയുണ്ടാകില്ലേ? ഇപ്പോ ഒരു മുറിയിലെ പഴയ സാധനങ്ങളെല്ലാം എടുത്തു മാറ്റിയാൽ ആ മുറി വൃത്തിയാകും. പക്ഷേ അത് വെറുമൊരു ഒഴിഞ്ഞ മുറി മാത്രമായിരിക്കില്ലേ? ആ ശൂന്യതയെ എങ്ങനെയാണ് ഈ സ്രോതസ്സ് അഭിസംബോധന ചെയ്യുന്നത്? ആ ശൂന്യതയെ വെറുതെ വിടുന്നില്ല എന്നതാണ് ഈ വാചകത്തിന്റെ അടുത്ത ഭാഗം കാണിച്ചു തരുന്നത്. അവസാന വരി. അതെ, ഭയവും ദുഃഖവും ഇല്ലാത്ത അവസ്ഥ എന്നത് കേവലമൊരു നിഷ്ക്രിയമായ സമാധാനമല്ല, മറിച്ച് അവിടെ ക്രിയാത്മകമായ ഒരു സന്തോഷം നിറയേണ്ടതുണ്ട്. അതാണ് മാലാഖമാരുടെ സന്ദേശത്തിന്റെ അവസാന ഭാഗം പറയുന്നത്. നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട സ്വർഗത്തിന്റെ സന്തോഷത്തിൽ നിങ്ങൾ പങ്കുചേരുക എന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ ആ നെഗറ്റീവ് വികാരങ്ങളെ മാറ്റിയതിനു ശേഷം തികച്ചും പോസിറ്റീവായ ആവേശകരമായ ഒരു ഉറപ്പാണ് ഈ വചനം ആ വ്യക്തിക്ക് നൽകുന്നത്. കൃത്യം. ഇതുപോലെ സന്തോഷിക്കുക അഥവാ റിജോയ്സ് എന്നത് ഒരു നിർദ്ദേശമാണ്. നിങ്ങളുടെ ഉള്ളിലെ ശൂന്യതയെ പ്രതീക്ഷയുടെയും ഉറപ്പിന്റെയും സന്തോഷം കൊണ്ട് നിറയ്ക്കുക എന്നാണ് ഇതിലൂടെ അർത്ഥമാക്കുന്നത്. ഇവിടെ എന്നെ ഏറ്റവും ആകർഷിച്ച വാക്ക് പ്രോമിസ്ഡ് അഥവാ വാഗ്ദാനം ചെയ്യപ്പെട്ടതെന്നതാണ്. ആ വാഗ്ദാനം മുൻപേ നൽകപ്പെട്ടതാണ്. അതെ, മുൻപേ ഉള്ളതാണ്. അതായത് ഈ വ്യക്തി ആദ്യം നടത്തിയ ഞങ്ങളുടെ നാഥൻ ദൈവമാണ് എന്ന പ്രഖ്യാപനത്തിന് പിന്നിലെ പ്രേരണ തന്നെ ഈ വാഗ്ദാനത്തിലുള്ള വിശ്വാസമായിരുന്നു. ആ വിശ്വാസമാണ് അവനെ ഈ പ്രതിസന്ധികളിലുടനീളം സ്ഥിരതയോടെ നിലനിർത്തിയത്. ശരിയാണ്. അപ്പോൾ അവന്റെ ആ സ്ഥിരത പുതിയതായി എന്തെങ്കിലും സൃഷ്ടിക്കുകയല്ല ചെയ്തത്, മറിച്ച് അവന് മുൻപേ നൽകപ്പെട്ട ആ വലിയ വാഗ്ദാനത്തെ അവനിലേക്ക് അടുപ്പിക്കുകയാണ് ചെയ്തത്. ആ വാഗ്ദാനം ചെയ്യപ്പെട്ട ലക്ഷ്യത്തിൽ, ആ നല്ല വാർത്തയിൽ സന്തോഷിക്കാൻ ആവശ്യപ്പെടുന്നതിലൂടെ ഈ വചനം ഒരു പൂർണ്ണവൃത്തമായി മാറുന്നു. നമ്മൾ എവിടെയാണോ തുടങ്ങിയത് അതിന്റെ അന്തിമമായ ഫലപ്രാപ്തിയിൽ നമ്മൾ എത്തി നിൽക്കുന്നു. തികച്ചും കൃത്യമായ വിലയിരുത്തലാണത്. അതെ. ഈ സ്രോതസ്സിന്റെ ഘടന വിശകലനം ചെയ്താൽ മനുഷ്യന്റെ ആത്മീയവും മാനസികവുമായ ഒരു പൂർണ്ണ യാത്രയാണ് നമ്മൾ കാണുന്നത്. ഈ 4 ഘട്ടങ്ങൾ ഒന്ന് പരിശോധിക്കാം. പറയാം. ആദ്യം വലിയൊരു പ്രഖ്യാപനം വരുന്നു. രണ്ടാമതായി ആ പ്രഖ്യാപനത്തിന്മേൽ മനുഷ്യൻ നടത്തുന്ന അങ്ങേയറ്റത്തെ പ്രയത്നം അഥവാ സ്ഥിരത വരുന്നു. അത് കൃത്യമായി നിർവഹിക്കുമ്പോൾ മൂന്നാമത്തെ ഘട്ടമായി ഒരു വലിയ ഇടപെടൽ ഉണ്ടാകുന്നു. ആ ഇടപെടലിലൂടെ ഭയത്തിൽ നിന്നും ദുഃഖത്തിൽ നിന്നുമുള്ള സാന്ത്വനം ലഭിക്കുന്നു. അതെ. അവസാനമായി 4ാമത്തെ ഘട്ടത്തിൽ ഈ യാത്രയുടെ തുടക്കത്തിൽ അവന് നൽകപ്പെട്ട ആ അന്തിമ വാഗ്ദാനത്തിന്റെ പൂർത്തീകരണം അവന് ഉറപ്പു നൽകുന്നു. ഒരൊറ്റ വാചകത്തിൽ എത്ര അതിശയകരമായ രീതിയിലാണ് മനുഷ്യന്റെ മനസ്സിനെയും വിശ്വാസത്തെയും ഇത് കൈകാര്യം ചെയ്യുന്നതെന്നത് ശരിക്കും അത്ഭുതപ്പെടുത്തുന്ന ഒന്നാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഈ വലിയ ആശയത്തെ അതിൻ്റെ എല്ലാ അർത്ഥതലങ്ങളിലൂടെയും ചർച്ച ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. ഒരു അടിസ്ഥാന പ്രഖ്യാപനത്തിൽ തുടങ്ങി സ്ഥിരതയിലൂടെ കടന്നുപോയി മാനസികമായ എല്ലാ ഭാരങ്ങളും ഇറക്കിവെച്ച് ആത്യന്തികമായ ലക്ഷ്യത്തിലേക്കെത്തുന്ന ഈ യാത്ര നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ എത്രത്തോളം പ്രസക്തമാണെന്നൊന്ന് ചിന്തിച്ചു നോക്കൂ. നമ്മൾ പലപ്പോഴും തീരുമാനങ്ങൾ എടുക്കാറുണ്ട്, നിലപാടുകൾ പ്രഖ്യാപിക്കാറുണ്ട്. എന്നാൽ അതിൽ നമ്മൾ എത്രത്തോളം സ്ഥിരത കാണിക്കുന്നുണ്ട്? വലിയ കാര്യങ്ങൾ പ്രഖ്യാപിക്കാൻ എളുപ്പമാണ്, എന്നാൽ അവിടെ സ്ഥിരതയോടെ നിൽക്കുമ്പോഴാണ് യാഥാർത്ഥ്യത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കുന്നത്. നമ്മൾ ഉറച്ചു നിന്നാൽ നമ്മളെ സഹായിക്കാനുള്ള വലിയ സാന്നിധ്യങ്ങൾ നമുക്ക് ചുറ്റുമുണ്ടാകുമെന്നുകൂടി ഈ സ്രോതസ്സ് നമ്മളോട് പറയുന്നു. ഈ പഠനം നമ്മളെ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ പാഠവും അതുതന്നെയാണ്. സമാധാനമെന്നത് നമ്മുടെ ചുറ്റുമുള്ള സാഹചര്യങ്ങൾ അനുകൂലമാകുമ്പോൾ മാത്രമുണ്ടാകുന്ന ഒന്നല്ല. ചുറ്റുപാടുകൾ എത്ര പ്രതികൂലമായാലും നമ്മുടെ ആന്തരികമായ ബോധ്യങ്ങളിൽ നമ്മൾ കാണിക്കുന്ന സ്ഥിരതയിൽ നിന്നാണ് യഥാർത്ഥ സമാധാനം ഉണ്ടാകുന്നത്. അതെ, ഭയവും ദുഃഖവുമില്ലാത്ത ആ മാനസികാവസ്ഥ ബാഹ്യമായ ഇടപെടലുകളേക്കാൾ ഉപരി മനുഷ്യന്റെ ആന്തരികമായ സ്ഥിരതയുടെ പ്രതിഫലമാണ്. ഈ ചിന്തകളോടെ നമ്മൾ ഇന്നത്തെ ഈ പഠനയാത്ര ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എന്നാൽ പോകുന്നതിനു മുൻപ് ഈ സ്രോതസ്സിൽ നൽകിയിരിക്കുന്ന വിവരങ്ങളെ മാത്രം അടിസ്ഥാനമാക്കി നിങ്ങൾക്ക് സ്വന്തമായി ചിന്തിക്കാൻ ഒരു ചോദ്യം കൂടി ഞാൻ നൽകാം. നല്ലൊരു ചോദ്യമാകട്ടെ. ഭയം എന്നത് വരാനിരിക്കുന്ന ഭാവിയെക്കുറിച്ചും ദുഃഖമെന്നത് കഴിഞ്ഞുപോയ ഭൂതകാലത്തെക്കുറിച്ചുമാണെങ്കിൽ വാഗ്ദാനം ചെയ്യപ്പെട്ട ആ നല്ല വാർത്തയിലുള്ള വിശ്വാസമാണോ ഭൂതകാലത്തെക്കുറിച്ചുള്ള ദുഃഖങ്ങളും ഭാവിയെക്കുറിച്ചുള്ള ഭയങ്ങളും മാറ്റിവെച്ച് പൂർണ്ണമായും ഈ നിമിഷത്തിൽ, അതായത് നിങ്ങളുടെ ഇന്നിൽ സ്ഥിരതയോടെ നിലകൊള്ളാൻ ഒരു വ്യക്തിയെ പ്രാപ്തനാക്കുന്നത്?
വളരെ പ്രസക്തമായ ഒരു ചിന്തയാണ്. ഈ ചോദ്യം നിങ്ങളുടെ മനസ്സിൽ പുതിയ ചില ചിന്തകൾക്ക് തിരികൊളുത്തട്ടെ എന്നാശംസിക്കുന്നു. ഒരൊറ്റ വരിയിലെ വാക്കുകൾക്ക് പിന്നിൽ ഇത്രയും വലിയ ദാർശനിക ലോകമുണ്ടെന്ന് നമ്മളിന്ന് മനസ്സിലാക്കി. അപ്പോൾ ഇതുപോലെ മറ്റൊരു കൗതുകകരമായ വിഷയത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ അടുത്ത തവണ വീണ്ടും കാണുന്നതുവരെ സ്നേഹത്തോടെ വിടവാങ്ങുന്നു. നന്ദി.